ഹായ് ഗേസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഗേസ്, ഞാനും അച്ചും അതുപോലെ തക്കുടും ഉണ്ട്. നമ്മൾ നേരെ കിളിമാനൂര് ഗേൾസ് HS പോവാണ് അല്ലേ? അങ്ങനെയല്ലടാ പേര്, സ്കൂളിന്റെ പേര് നിനക്കല്ലേ അറിയോ? നീ പറ. RRV ഗേൾസ്. ഗേസ് അങ്ങോട്ട് പോവാണ്. വേറെ ഒന്നുമില്ല, നമ്മുടെ അമ്പുവിന് അനിയത്തിക്ക് വയ്യ. അപ്പൊ അങ്ങോട്ട് അവളെ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ ഇവന്മാർ എന്തിനാണ് എന്റെ കൂടെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. സ്കൂളിലോട്ട് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് 2 ചാടി വണ്ടി കയറി. വിളിച്ച ഉടനെ കേറി വന്ന് വണ്ടിയിലിരിക്കും. എന്ത് ചെയ്യേ? അല്ലെങ്കിൽ ഇവനൊക്കെ വിളിക്കണമെങ്കിൽ രാവിലെ തൊട്ട് ഞാൻ ഇവനെ വിളിക്കും, എടാ ക്ലബ്ബിൽ പോകാൻ കളിക്കാം. ഉച്ച ആവട്ടെ. അവന്മാരെല്ലാം നീ 1 മണിക്കൂർ ക്ലബ്ബിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ വിളിച്ചില്ലേ, എടാ ഗേസ് എന്റെ വീട്ടിലെ വൈഫൈയുടെ വയർ ഇവന്റെ വീട്ടിന്റെ അടുത്ത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ആ പോസ്റ്റ് വളഞ്ഞു കിടക്കുന്നു. നീ തലയിലൊക്കെ എന്തിനു തേക്കണേ? നിന്നെ പെണ്ണാണോ കൊണ്ടുപോകണല്ല? തക്കുടു ഇത് കണ്ട മുടി ഒരുമാതിരി ഇരിക്കണെങ്കിൽ പൈസ കൊടുത്ത് മേടിച്ചേക്കണ സാധനമാണ്. അല്ലെങ്കിൽ തന്നെ നീ ഇപ്പൊ മുടി കോതേണ്ട കാര്യം എന്തുവാണ്? മുടി ഒരുമാതിരി നിന്നെ സ്കൂളിൽ കേട്ടല്ലോ. ഇനി നിങ്ങൾ രണ്ട് പുറത്ത് നിൽക്കുന്നു. ഗാർഡിയനായിട്ട് ഞാൻ പോകുന്നു. അതെ, എന്നാ നീ പോയിട്ട് വേണ. റിജാസ് വിളിക്കുന്നു. റിജാസിന്റെ വീട്ടിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സിനിമയൊക്കെ സെറ്റ് ചെയ്യാണ്ട് അഖിൽ ഗീസ്. അപ്പൊ നമുക്ക് എന്തായാലും പോയി അമ്പുവിനെ അനിയത്തിനെ വിളിക്കണം. എന്നിട്ട് അവളെയും കൊണ്ട് നേരെ ജസ്റ്റ് കാട്ടുമ്പുറ ആശുപത്രി കാണിക്കണം. എന്നിട്ട് നേരെ വീട്ടിൽ കൊണ്ടാക്കണം. അപ്പൊ നമുക്ക് എന്തായാലും സ്കൂളിലോട്ട് പോവാം. ഗീസ് അങ്ങനെ സ്കൂളിലൊക്കെ പോയി സ്കൂളൊക്കെ ഒന്ന് ഇളക്കിയല്ലേ. ഇന്റർവെല് സമയത്താണ് നമ്മൾ ചെന്ന് കയറിയത്. നീ ആരായിരുന്നടാ? അല്ല ഗീസ്, ഞാൻ ഇവരെയും കൊണ്ട് തന്നെ അകത്തോട്ട് കയറിയത്. അപ്പൊ പിന്നെ എന്താണ്, ആരാധകര് വളഞ്ഞാലോ എന്ന് വിചാരിച്ച്. കാര്യം എനിക്കാണെങ്കിൽ കുറച്ച് പേരേ ഉള്ളു അറിയുന്ന. ഇവരെ കൊണ്ടുപോയി കഴിഞ്ഞ് വലിയ ക്രൗഡ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരങ്ങനെ വെളിയിലോട്ട് പോയി. ഗീസ് അങ്ങനെ എന്തായാലും അവളെയും വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. അനിയനും വയ്യ ഗീസ്, അനിയനും വയ്യാതായി. അങ്ങനെ അവന് ട്രിപ്പൊക്കെ ഇട്ടിട്ട് പാപ്പ ആശുപത്രി വീട്ടിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അവളെ ആശുപത്രി കാണിച്ച് വീട്ടിൽ കൊണ്ടാക്കി. നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. മഴ പെയ്തുകൊണ്ട് യാസീനൊന്നും ജോലിയില്ല. അങ്ങനെ ഇതാ മഹേഷേട്ടൻ പണിയില്ലേട്ടാ? ഇന്നില്ല. മഹേഷേട്ടനും മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കാണത്തില്ല. ഗേസ്, അപ്പൊ നമ്മളൊരു റീൽ എടുക്കാനുള്ള പരിപാടിയിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പൊ ഫുൾ ക്യാമറമാൻ അച്ചു ആണ്. അച്ചു ഈസ് ദ ക്യാമറമാൻ ഓഫ് ദ ഇയർ അല്ലേ അച്ചു? ഗേസ്, അപ്പം നമ്മുടെ ഈ ഒരു സാധനം നമ്മുടെ വണ്ടിയിലിടാനായിട്ട് മേടിച്ചതാണ്. അപ്പം നമ്മൾ എന്തായാലും ഇപ്പം തൽക്കാലം ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഇതിനകത്തൊന്ന് ഇട്ട് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പുറത്തോ ഗേസ്, അപ്പം നമ്മുടെ ഈ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ഒരു സാധനമാണ് ഇട്ടിരുന്നത്. അപ്പം നമുക്കിത് മാറ്റിയിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അതെ, ഏതാണ്ടാ കൊള്ളാം കേട്ടാ. കേസ്, അപ്പൊ നമ്മളൊരു ഷൂറാക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാധനം വന്ന് ഇതങ്ങനെ നമ്മുടെ മഹേഷണന്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ഇരുന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ്. മഹേഷണ്ണ സെറ്റ് ആക്കൂലേ? പിന്നെ അല്ല അങ്ങോട്ട് കേസ്. അപ്പൊ നമ്മുടെ യാസിൻ ഇവിടെ ഇരുന്ന് നമ്മുടെ റീൽസ് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അടി 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 കേസ്. നന്ദിച്ചേട്ടൻ ഇവിടെ നിന്ന് നോക്കണോണ്ടാണ് ശരിയാവണം അല്ലേണ്ണാ? അതെ, നീ പോയിരുന്ന ഇത് എഡിറ്റ് ചെയ്തു. നമ്മള് റെഡി ആക്കിക്കോളാം. മഹേഷേട്ടനെ നമ്മളുണ്ട് റെഡി ആക്കിക്കോളാം. ഗേസ്, അങ്ങനെ നന്ദിച്ചേട്ടൻ എടുത്ത് വെച്ചേക്കണെങ്കിൽ നമ്മുടെ മഹേഷ് ചേട്ടനാണ് സെറ്റ് ആക്കിയത്. ഗേസ്, ഇനി ചെറിയ എന്താണ് സ്പാനറാ ഇത് ടൈറ്റ് ചെയ്യാൻ? ഓക്കെ. അപ്പൊ നമുക്ക് അതെടുത്തോണ്ട് വന്നിട്ട് ഇത് നല്ല ടൈറ്റ് ആക്കാം. കൊള്ളാലേ? സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഷൂ അല്ലടാ, ചെരുപ്പുകളൊക്കെ ഉണ്ടല്ലോ സൈഡിലോട്ട് ഇതിനൊക്കെ വെക്കാം. അതെ, നീ എന്റെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോയാൽ മതി. രാവിലെ ചെരുപ്പില്ലാതെ വന്ന് എന്റെ വീട്ടിൽ വരുക, ചെരുപ്പിടുക, പോവുക. നശിച്ച് ആഴിക്ക ചെരുപ്പ് എടുത്ത് വെച്ച് നശിച്ച്. ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്ന് ഞാൻ പറയൂല. ഇവന്റെയൊക്കെ ഐഡിയ ഉണ്ടല്ലോ കേസ്. അപ്പൊ നമുക്ക് ഇനി ഇതെന്തായാലും ഒന്ന് ടൈറ്റ് ചെയ്യണം. റീൽ എഡിറ്റർ ഗോ ഫോർ റീൽ. കേസ്, അപ്പൊ പ്ലെയർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഫുള്ള് ടൈറ്റ് ചെയ്യാം. മാഷേട്ട എക്സ്പെർട്ട് ആണ് കേട്ടോ. നീയൊന്നും പോരാ. ഇത് ഇരുമ്പായിരുന്നെങ്കിൽ വെൽഡിങ് അടിച്ച. തൽക്കാലം ഇത് പ്ലാസ്റ്റിക് ആണ്, ഉരുക്കണ്ട. കേസ്, അപ്പൊ നമുക്ക് എന്തായാലും ടൈറ്റ് ചെയ്യാം. കേസ്, അങ്ങനെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ആന ചവിട്ടിയാലും പോകൂല അല്ലേ ചേട്ടാ? ഈ സാധനം സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. കേസ്, അങ്ങനെ ഉമ്മതാ പോയിട്ട് വന്നിട്ട് എല്ലാവർക്കും എന്താ എന്താണ് ഞാൻ ഒറ്റയ്ക്ക് തിന്നാനുള്ള സാധനമാണ്. എന്നാ എനിക്ക് ഇവൻ ഇത് വിടുമ്പോ ഉഴുന്നോടാ
ഗേസ് അങ്ങനെ 1-നെ 10 ആക്കിയിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഗേസ് അങ്ങനെ ഇതാ ഒരു ഷൂവും ചെരുപ്പൊക്കെ ഇടാനായിട്ട് ആ പേസ് ബോർഡിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഇതാ നമ്മൾ നേരത്തെ മേടിച്ച സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട് കൊള്ളാല്ലേ ഗേസ്? പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇന്ന് പെയിന്റ് നമ്മുടെ ഡ്രോയിങ് ചെയ്യാനുള്ള പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അച്ചു? അതെ ഗേസ് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നോക്കി ഫൈനൽ ചെയ്തിട്ട് പോയി. ശനിയാഴ്ച അവർ പെയിന്റ് ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. 4-5 ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ അച്ചു ഉണ്ട്, തക്കുടും ഞാനൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് പരിപാടിയൊക്കെ നടക്കും. എന്താ എന്ത് നീ ഉള്ളതുകൊണ്ട് നടക്കും, നടന്നേ വീട്ടിൽ പോവുള്ളൂ, അതുകൊണ്ട് നടക്കും ഗീസ്. അപ്പം നമ്മുടെ ശനിയാഴ്ച മുതൽ നമ്മുടെ ഒരു സീരീസ് തന്നെ ഉണ്ട് ഗീസ്. ഏകദേശം 4 ദിവസത്തെ പണിയുണ്ട്. അപ്പോൾ ഒരു നമ്മുടെ ഹോം ഡ്രോയിങ് സീരീസ് വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു 4 പാർട്ട് കാണും. അവിടെ അങ്ങനെ പിടിച്ചോണ്ടില്ലോ, അങ്ങനെ പിടിച്ചോണ്ട് നിന്നോ, ജോലിയും പോണ്ട, ഫുഡും കഴിക്കണ്ട, അവിടെ പിടിച്ചോണ്ട് നിന്നോ, പിടിച്ചോണ്ടിരിക്കണോ നോക്കി. അത് അകത്ത് വെച്ചാ മതി, അകത്ത് വെച്ചാ മതി. ആര്? ഞാൻ സ്കോർ ചെയ്യും. എന്ത് പറ്റല്ലേ? പറ്റിയേ പറ്റില്ല, ഇല്ലെങ്കിൽ പറ്റിക്കും. എന്തിനാ ഇത് എവിടെ കൊണ്ടുപോണ നിങ്ങള്? ഇത് അകത്ത് വെക്കാൻ കൊണ്ടുവന്നത്. ഇത് ചെരുപ്പ് അപ്പൊ വെളിയിൽ നിന്ന് ഇതുവരെ ചെരുപ്പില്ലാതെ വരുവോ? അപ്പൂസിന് ഭ്രാന്ത്. അവൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേക്കൊണ്ടാണ് ഇവിടെ വന്നിരിക്കണത്. ചെല്ലി ഈസ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്. അപ്പൊ നമുക്ക് എന്തായാലും ശനിയാഴ്ച കാണാം. ഓക്കെ ഒറ്റയ്ക്ക് മതി, കൂടെ വേണമെങ്കിൽ നിൽക്കട്ടെ. വേണമെങ്കിൽ ഇതോ കുറിഞ്ചി കറങ്ങി വരുന്നുണ്ട്. എവിടെ പോയിരുന്നടാ തക്കുടു? നീ പറയണം സത്യങ്ങളൊക്കെ. സത്യങ്ങൾ കഴിഞ്ഞ ദിവസം നിന്നെ ഒറ്റി, നീ അറിഞ്ഞ? കുറിഞ്ചി കഴുത്തിയണ്ടവാ, ആരെ കഴുത്തിൽ കുരുക്കിട്ടപ്പോ ഓടി ഊരാ മറന്നുപോയി. കുറിഞ്ചിയുടെ കുസൃതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോറി കേട്ടോ റിജാസ് ഖാൻ പറഞ്ഞതെല്ലാം. അതാ വേറെ ആരോ ആണ്. പേര് മാറ്റി കേട്ടോ നമ്മുടെ. അതെ, എന്റെ പേര് വേട്ടാവളിയിൽ നിന്നാക്കി. ഇവനെ ജീവൻ എന്ന് വിളിക്കണോ തക്കടു എന്ന് വിളിക്കണോ നിങ്ങൾ പറയാ. കമന്റ് അനുസരിച്ച് നമ്മൾ വിളിക്കും. അല്ലടാ, കമന്റിലുള്ളവര് ജീവൻ നിങ്ങൾ തീരുമാനിക്കും. ജീവൻ വിളിക്കണോ നമ്മൾ തീരുമാനിക്കും കേട്ടോ. അതേ ഉള്ളു. ഇവനെ പണയിൽ അച്ചു എന്ന് വിളിക്കണോ വെറും അച്ചു എന്ന് വിളിക്കണോ നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ഇവനെ നമ്മൾ എന്തെന്ന് പറഞ്ഞാലും റിജാസ് ഖാൻ എന്ന് വിളിക്കണോ കുറിഞ്ചി എന്ന് വിളിക്കണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. കേസ് അങ്ങനെ വൈകുന്നേരം ആയപ്പോ നമ്മളെല്ലാവരും ഒരു ചായ കുടിക്കാനായിട്ട് നമ്മുടെ കല്ലറ എത്തിയിട്ടുണ്ട്. ചായ ഇവിടെ കാപ്പി. കഴിഞ്ഞ ദിവസം എനിക്ക് മുളക് ബജി എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇത്തവണ മുളക് ബജി. നിനക്കൊന്നും വേണ്ടേ? അത് ശരി. ഇവനൊക്കെ എന്താ വൈറ്റിനകത്ത് മറ്റേ മെഷീനാ? ഓ, നമുക്ക് എന്തായാലും കഴിക്കാം. ഗീസ് അങ്ങനെ നമ്മൾ കടലാണിപ്പാറയിലൊക്കെ പോയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഗീസ് ഇന്ന് ഞാൻ 1 മണിക്കാണ് ഔട്ട്ഡോർ എടുക്കുന്നത്. മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും നാളെ. അപ്പോഴത്തേക്ക് ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഗീസ് എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. എന്തെങ്കിലും ആവശ്യങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അതായത് എന്നെ കൊണ്ട് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഗീസ് അപ്പോൾ എന്തായാലും എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ന്യൂസിലൊക്കെ പറയുന്ന പോലെ തന്നെ ഇങ്ങനെ സീനുള്ള സ്ഥലത്താണെങ്കിൽ കൂടി അത് കാണാനൊന്നും അങ്ങോട്ട് പോകരുത്. നമ്മുടെ പയ്യന്മാർക്ക് എല്ലാവർക്കും ആ ഒരു ശീലമുണ്ട്. ജസ്റ്റ് അതൊന്ന് ചവിട്ടി വെച്ചേക്കുക. പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യുക. ഗീസ് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ ഉളവ് എൻഡ് ചെയ്യണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടക്കാച്ച ഉളവായിട്ട് കാണുന്നവരെല്ലാവർക്കും